അതായത് ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ പുള്ളി എന്താണ് കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പ്രേമിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന സമയത്ത് അവിടെ കൂടെ വേറൊരു പെണ്ണ് ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ പുള്ളിക്കാരി എന്നിട്ട് വേറൊരു റിലേഷൻ കണ്ടപ്പോൾ അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിളികളൊക്കെ ഉണ്ട്. അവരോടാണ് എലിസബത്ത് ലിവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളുടെ ലിവറൊന്നും മേടിക്കില്ല. കാരണം അവളുടെ ലിവർ മേടിച്ചു കഴിഞ്ഞാൽ അവളുടെ ലിവർ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ട് അവളെ എടുക്കണതിനെ തുല്യമായിരിക്കും. ഞാൻ അവളെ രജിസ്റ്റർ ചെയ്യാത്തത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നീ എൻ്റെ ഫ്ലാറ്റ് തുറന്ന് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പുള്ളിക്കാരി ഞാൻ ചേട്ടനോട് നുണ പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്, ചേട്ടൻ എന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് എന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ബാലക്ക് വേറൊരു പ്രത്യേകം കൂടിയുണ്ട്. വേറെ ഒന്നുമില്ല, നാടുകളെ ഓടി നടന്ന എല്ലാ പെമ്പിള്ളാരെയും പരിചയപ്പെട്ടിട്ട് ആദ്യം ചോദിക്കുന്നത് നിന്റെ ബ്ലഡ് ഏതാണ്. നീ വീടവേട നിന്റെ പേരെന്തോന്നൊന്നും ചോദിക്കത്തില്ല, നിന്റെ ബ്ലഡ് ഏത്. ഇതായിരുന്നു അണ്ണന്റെ സ്ഥിരം പരിപാടി. വേറെ ഒന്നുമില്ല, ലിവർ മാറ്റാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ബ്ലഡ് ഏത്, നിന്റെ ബ്ലഡ് ഏത്. ഇത് അറിഞ്ഞിട്ട് വേണം അണ്ണന് പുതിയ കാര്യങ്ങളും കലാപരിപാടികളൊക്കെ തുടങ്ങാൻ. എന്തായാലും ബാക്കി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നമ്മുടെ ആ മോൻ ഉണ്ടല്ലോ, ആ മോനെ ഞാൻ ഫ്ലാറ്റ് എഴുതി കൊടുക്കും. അവൻ കുട്ടിക്കാലം തൊട്ടിട്ട് കാണണല്ലേ, ആ ഫ്ലാറ്റിലല്ലേ കളിച്ചിട്ട്, അപ്പോൾ അവനാണ്. ഇതേപോലെ ഡയലോഗ് പാലക്കാട് നിന്ന് വരുന്ന വേറൊരു പെണ്ണായിട്ട് പറയണത് ഞാൻ കേട്ടായിരുന്നു. അതായത് നീ ഇവിടുത്തെ മുതലാളിച്ചല്ലേ, അപ്പോൾ നീ വേണ്ട ഇവിടുത്തെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിന്നെ മേഡം വിളിക്കണം, അപ്പോൾ അത് അതിൻ്റെ ഒരു അധികാരമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു മോഹം കൊടുക്കുന്ന പരിപാടി. അതുപോലെ വേറെ ഉണ്ട് കേട്ടോ, വേറെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഈ ഫ്ലാറ്റ് കൊടുക്കുന്നുള്ളത്. ഞാൻ 2 കേസ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ, ഓർമ്മിച്ചില്ലെങ്കിൽ. എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഹൂ ഇസ് റേപ്പിംഗ് ഹൂ, ഇന്നോടാണോ ചോദിക്കണേ ഹൂ ഇസ് റേപ്പിംഗ് ഹൂ? ഡൗട്ട് ഉണ്ടെങ്കിൽ കോർട്ടിൽ പോയി ചോദിക്കുക. പിന്നെ എക്സ്പോസ് യുവർ പാസ്റ്റ് ട്രൂത്ത്. എക്സ്പോസ് ചെയ്യൂ, ട്രൂത്ത് അല്ലേ, ഫോൾസ് അല്ലല്ലോ എക്സ്പോസ് ചെയ്യാൻ പോണ്. ട്രൂത്ത് എന്താ വെച്ചാലും എക്സ്പോസ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. 1 word വിൽ ഫിനിഷ് ഓൾ യുവർ ഡ്രാമ. ഓക്കെ, ഇത് ഈ മറ്റേ എന്താ മിഥുന എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതിൽ പൊട്ടിക്ക് സ്വാമി നാളികേരം എറിഞ്ഞ് പൊട്ടിക്ക് സ്വാമി എറിഞ്ഞ് പൊട്ടിക്ക് മാമ, അതിൻ്റെ ഇടയിൽ ഒരു ഭീഷണിയൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടായിരുന്നു. ഇനി എൻ്റെ മാമാവെ പറ്റി പറഞ്ഞാൽ ഞാൻ എല്ലാതും പറഞ്ഞ് ഞാൻ ശരിയാക്കും, എൻ്റെ ജീവിതം പോലും നശിപ്പിക്കും, മാമന് ഇത്തിരി സ്നേഹമുള്ള കാരനാണ് മിണ്ടാണ്ടിരിക്കണേ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇനി എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നെ ഞാൻ ശരിയാക്കും, അവളുടെ ജീവിതം മൊത്തം ഇല്ലാണ്ടാക്കുമെന്ന് ഭീഷണി 2 പേരും മുഴക്കി. ഇത് നമ്മുടെ ബാലണ്ണ വന്നിട്ട് ഇപ്പൊ പൊട്ടി എന്നുള്ള ഒരു വിളിയും കാര്യങ്ങളൊക്കെ നടത്തിയത് ഓർമ്മയുണ്ട്. ആ ഒരു സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യം, ഇപ്പൊ പൊട്ടി എന്നാ കോകിലെ കൊണ്ട് ഇന്നലെ ഒന്ന് ഒരു സാധനം പൊട്ടിച്ചായിരുന്നു. എന്തോന്നറിയ പൊട്ടിച്ചത്, സത്യം പറഞ്ഞ ഞാൻ ചിരിച്ചു ചത്ത്. ഇതൊക്കെയാണ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഡെയിലി ഇരുന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വെച്ച് എന്തോ ഞെട്ടിക്കുന്ന സംഭവമുണ്ട്, ദൈവം എലിസബത്തിന്റെ ഭാഗത്തോ ഇനി എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴണ്ണൻ കൊണ്ട് പൊട്ടിച്ച മറ്റേ സർട്ടിഫിക്കറ്റ് എന്ത് വേണ്ട, കുറച്ചൊക്കെ ഒരു ഇതാവാം, അല്ലെങ്കിൽ മിണ്ടാതെങ്കിലും ഇരി അറ്റ്ലീസ്റ്റ്. ഇത് ചുമ്മാ കാണുന്ന വല്ലാതൊക്കെ വിളിച്ചു പറഞ്ഞ് ഏറി കയറി പോകാനുള്ള വകുപ്പ് എന്നെ ഉണ്ടാക്കണം. ഇന്റർവ്യൂകളിലും ഉണ്ട്, എന്താ ഇപ്പോ പോസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നമില്ലാത്തത്? ഇപ്പൊ ഈ ത്രെറ്റനിങ് ഒക്കെ ഇത്ര സിമ്പിൾ കാര്യമായോ? എനിക്കറിയാത്ത കാരണം ചോദിക്കണതാ. ഇത്ര കാലം ഫേക്ക് അക്കൗണ്ട് എന്നാ വരണമെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ സ്വന്തം അക്കൗണ്ട്, ഇനിയിപ്പോ എന്തെങ്കിലും ബഗ് കയറിയിട്ടാണോ ഇങ്ങനെയൊക്കെ വരുന്നത്? ലൈക്ക് അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കണതാ. ഞാൻ എന്തായാലും ഈ വീഡിയോ നിർത്താൻ പോണില്ല. എൻ്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും, കാരണം ഇന്നെങ്ങാണ്ടും നന്നായിട്ട് അല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുള്ളത് നിങ്ങൾക്ക് നിൽക്കുന്നതായിട്ട് അറിയാം. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം കൊണ്ടുവന്ന് തന്നതാ നിന്നെ എനിക്കെന്ന്. എനിക്ക് എലിസബത്തിന്റെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോസ് ഒക്കെ ഇടുക, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയുക. അതിനുശേഷം നിയമപരമായിട്ട് നിങ്ങൾ നേരിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുപോലത്തെ കാബാലികന്മാരെ സമൂഹം അറിഞ്ഞാൽ മാത്രം പോരാ, അവന്മാർക്ക് നിയമം കൊണ്ടുള്ള ഏറ്റവും കഠിനമായ ഏറ്റവും ക്രൂരമായ ശിക്ഷ തന്നെ ലഭിക്കണം. ഇവനൊക്കെ ഗൾഫിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവന്റെ ചിണ്ടാമണ്ടി കെട്ടിത്തൂക്കി ഏറിയിട്ട് കറക്കിയാൻ, ആ രീതിയിൽ പണി കിട്ടിയാൻ. പക്ഷെ ഇവിടുത്തെ നിയമം ഇതെന്നടേ സ്ട്രോങ് ആവും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ശക്തമായ നിയമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇല്ലാത്ത കാര്യവും കള്ളവും പറഞ്ഞും കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സത്യസന്ധമായി വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളമാരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇത്രയും ദിവസം എലിസബത്ത് വന്ന് നടന്ന് ഓരോ ദിവസം പറയുന്നുണ്ട്. ആരും ഇല്ലേടേ നിയമത്തിന്റെ വശത്ത് നിന്ന് സഹായിക്കാനായിട്ട്. നമുക്കൊക്കെ പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ ഇവരെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം സ്റ്റേഷൻ വരെ, കോടതി വരെ കൊണ്ടുപോവാം. അവിടെ കോടതിയിൽ കേസെടുക്കുകയും അത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാരുമല്ല, അത് ഇവിടുത്തെ നിയമവും നീതി വ്യവസ്ഥയുമാണ്. ഇതിന് രണ്ടിനും സാധിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടേ ഇതെന്ത് നിയമമാണ്, ആർക്ക് വേണ്ടിയാണ് ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. വലിയവനൊരു നിയമം, പാവപ്പെട്ടവന് വേറെ നിയമമാണെങ്കിൽ
അത് കൊള്ളൂല. ഇത് മറ്റേ പാട്ട് മറ്റവൻ ഇട്ട മറ്റേ ട്രൗസറും ഞാൻ ഇട്ട വള്ളി നിക്കറും ആ ഒരു അവസ്ഥയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ഫോർ എലിസബത്ത് അത് ഏത് അറ്റം വരെ പോയിട്ടല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.